ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് വൈകിട്ട് 2-3 ലീഡർമാരുമായിട്ട് ഒക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തത് അവരറിഞ്ഞിട്ടുണ്ട്. അത് വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തതായിരിക്കും. അങ്ങനെ കൊടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പം ഗ്രൂപ്പിലൊക്കെ പറയുന്നത് നിങ്ങൾ കേസ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 21-ാം തീയതി കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നത്? മുൻകൂർ ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്താണ് ഭയമുണ്ടോ? അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടോ? കേസ് തോറ്റിട്ടാകുമ്പോഴാണല്ലോ അറസ്റ്റ് ചെയ്യുകയാണ് പറഞ്ഞു. അത് പ്രതീക്ഷയുണ്ട്, പക്ഷെങ്കിൽ എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് എന്ന് മറ്റൊരു ലീഡറുമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഗ്രൂപ്പുകളിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പുകളിൽ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തത് എന്നാണ്. അപ്പോൾ എന്തുണ്ട്, നല്ലതല്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറച്ച് ഹൈറിച്ചിലെ നിക്ഷേപകരും, എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത കുറച്ച് നിക്ഷേപകരും, എല്ലാം അറിഞ്ഞുകൊണ്ട് പറയാത്ത കുറച്ച് കുട്ടി ലീഡർമാരുമാണ് ഇപ്പോൾ ഹൈറിച്ചിൽ അവശേഷിക്കുന്നത് എന്ന് വേണം പറയാം. അപ്പോൾ അവർ പറയുന്നത്, ബഡ്സ് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതിയാണ്. അതിൻ്റെ മുകളിലും കോടതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മേൽക്കോടതിയിൽ അപ്പീലിന് പോകും. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അപ്പീലിന് പോകും. അങ്ങനെ നമ്മൾ സുപ്രീം കോടതിയിൽ വരെ പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആൾക്കാരുണ്ട് പണം അടുത്ത ആഴ്ച കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്താഴ്ച കിട്ടും, ജനുവരിയിൽ ഓപ്പൺ ആവും എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾ തന്നെ പുറത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ അത് ജില്ലാ കളക്ടറെയോ അല്ലെങ്കിൽ ബഡ്സ് അതോറിറ്റിയോ അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് കേസെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇതിന് അതിൻ്റേതായ നിങ്ങളുടെ വിഷമം എന്താണ് എന്ന് അധികാരികൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പിടിച്ചെടുത്ത പണത്തിൽ നിന്ന് നിങ്ങളുടെ വിഹിതം തരാനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പരാതിയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കോടതി ചെലവ്, മറ്റു ചെലവ്, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ എഴുതി വാങ്ങിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്സ് കോടതിയാണ് ഇതിൻ്റെ ഈ കേസ് നടത്താനുള്ള ചെലവടക്കം പിന്നെ സാങ്ഷൻ ചെയ്യേണ്ടത്. ഈ പിടിച്ചെടുത്ത പണത്തിൽ നിന്നാണ് മറ്റു കാര്യങ്ങൾ, പത്രത്തിൽ പരസ്യം കൊടുത്തതിന് ഇത്ര, അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകൾക്ക് ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ തരം ചെലവുകളും ഈ പിടിച്ചെടുത്ത പണത്തിൽ നിന്നാണ് ചിലവാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതങ്ങ് പോകും. നിക്ഷേപകർക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ പണം നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന്. എന്നാലല്ല, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ്, മണി ചെയിൻ തട്ടിപ്പ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ 5 പൈസ തിരികെ കിട്ടില്ല. അത് പരാതിയുള്ളവർക്ക് മാത്രം അതിൽ നിന്ന് ക്ലെയിം അനുസരിച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. ബൈ.